കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രായശ്ചിത്തങ്ങൾ ചെയ്യണം. അവർ വലിയ പ്രതീക്ഷയിലാണ്. വന്നു കിട്ടിയ അവസരമാണ്, വീണ് കിട്ടിയ അവസരം എന്ന് പറയില്ലേ. ഒരു കൂട്ടർ വിളിച്ചു വരുത്തിയിട്ടാണ് വോട്ട് ചെയ്യുമെന്ന് പറയണത്. ആ വിളിച്ചു വരുത്തിയ കൂട്ടരുടെ എന്തിനു വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിളിച്ചു വരുത്തിയത് എന്നുള്ള ബോധ്യം ജനങ്ങൾക്ക് ഇന്നുണ്ട്. അതിനനുസരിച്ച് അവർ പ്രതികരിക്കും. സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് പറയാൻ സ്ഥാനാർത്ഥിക്ക് ധൈര്യമുണ്ടോ? അതെന്താ അങ്ങനെ ഒരു വെല്ലുവിളി? മന്ത്രിമാരും മുഖ്യമന്ത്രി ഏറ്റെടുത്തിട്ടില്ല. അങ്ങനെ ഒരു വെല്ലുവിളി എന്താ? പ്രതിപക്ഷ നേതാവ് ജനങ്ങളെയാണ് വെല്ലുവിളിക്കുന്നത്. ജനങ്ങൾക്കറിയാം ആരെയാണ് വിലയിരുത്തേണ്ടത് ഈ തെരഞ്ഞെടുപ്പിലൂടെ എന്ന്. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന എല്ലാ ശീലങ്ങളെയും ഈ തെരഞ്ഞെടുപ്പ് പൊളിച്ചെഴുതും. 3 ദിവസം മുമ്പ് ജനങ്ങളുടെ മുമ്പിലേക്ക് ഒരു പുതിയ വെല്ലുവിളി വെച്ചല്ലോ. ഇതാ കണ്ടില്ലേ, ഞങ്ങൾ ഇങ്ങനെയാ വോട്ട് മറിക്കുകയെന്ന്. ഞാൻ ഈ പ്രയോഗങ്ങളെയൊക്കെ തിരുത്തിയ ഒരു ആൾ വന്നു ഒരു വോട്ടാണ് ചെയ്യുന്നത്. അയാൾ മറിക്കൊന്നുമല്ല ചെയ്യണത്. ആ മനുഷ്യന്റെ വോട്ട് രേഖപ്പെടുത്തുകയാണ്, അറിഞ്ഞു നൽകുകയാണ്. അത് കൂട്ടത്തോടെ കുറേ പേര് ചെയ്യുമ്പോൾ മറിച്ചു, മറിഞ്ഞു, അല്ലെങ്കിൽ മാറ്റിക്കുത്തി, ഈ പ്രയോഗങ്ങളൊക്കെ ജനാധിപത്യ വിരുദ്ധമാണ്. ഞാൻ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി പറയുന്നു, ജനങ്ങളെ വില കുറച്ച് കാണുന്ന ചോദ്യങ്ങളും കഴിവതും ഇന്ന് ഒഴിവാക്കുക. വളരെ പോസിറ്റീവായി ഇന്നത്തെ ഇലക്ഷനെ റിപ്പോർട്ട് ചെയ്യുക.